അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറേ ആളൊന്നും ഇല്ല, പുതിയ ചാനലാണ്, ഇന്നലെയാണ് തുടങ്ങിയത്. എന്തായാലും കുറച്ച് പേര് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ നോമ്പ് തോരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 5 നല്ല പഴുത്ത പഴം ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ബോണ്ട ഉണ്ടാക്കാൻ 2 ഉരുളക്കിഴങ്ങും പുഴുങ്ങാൻ വെച്ചു. ഒരു ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് RKG ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ അരിഞ്ഞിട്ട പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉന്നക്കായ്ക്ക് പഴം പുഴുങ്ങിയിട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അധികം ആൾക്കാരും പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കാൻ. ഞാൻ എളുപ്പം പണി കഴിയാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യാറ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ പുഴുങ്ങിയിട്ട്. അങ്ങനെ പഴം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് മധുരം പഞ്ചസാര ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു തേങ്ങ, എന്നിട്ട് നല്ലോണം വീണ്ടും ഇളക്കിയിട്ട് വഴറ്റിയെടുക്കുക. നാട്ടിലിപ്പോൾ ഇന്ന് ഇവിടെ നോമ്പ് 21 തുറന്ന് 22 രാവാണ്. നാട്ടിൽ 20 നോമ്പായിരിക്കുമല്ലേ, 21 രാവും. നാട്ടിൽ നല്ല ചൂടൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ ചൂടൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. നല്ല കഠിന തണുപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ യുദ്ധമൊന്നും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ അറിയാതെ ബത്തയാണല്ലോ, ബത്തയിലൊന്നും കുഴപ്പമില്ല. കൂടുതലും മലയാളികളാണ്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഇനി പഠിച്ചവൻ്റെ അടുത്ത്. അങ്ങനെ പഴം നന്നായിട്ട് തേങ്ങയും പഞ്ചസാരയും പഴമൊക്കെ കൂട്ടി നല്ലപോലെ വഴറ്റിയെടുത്ത് കണ്ട ഇതുപോലെ ഒരു 5 മിനിറ്റ് ചെറിയ തീ വെച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഒരു 4-5 ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി കേട്ടോ, നല്ലതാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ, കൂടുതൽ പണിയൊന്നുമില്ല. ഇനി ഇതിലേക്ക് 5 പഴത്തിന് 5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ച് കൊടുക്കുന്നത്. അങ്ങനെ നല്ലോണം കുഴച്ചെടുത്ത് ഇനി ഇത് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കാനാണെങ്കിൽ ഒട്ടും പാടില്ല, കണ്ട എളുപ്പമാണ് ഉരുട്ടിയെടുക്കാനൊക്കെ. പിന്നെ എണ്ണ പോലും കൈക്കാക്കണ്ടില്ല, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഞാനിങ്ങനെ ഉരുട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ആഴ്ചയൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എളുപ്പമാണ്. കൂടുതൽ പഴുത്തു പോയ പഴമൊക്കെ നമ്മൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം നമ്മൾ വിചാരിക്കുമല്ലോ ഇതൊന്നിനും കൊള്ളൂല, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അവിടെ വെച്ചാൽ നമുക്കിപ്പം വിരുന്നാരാറ്റം വന്നാൽ അന്നേരം പൊരിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടുന്ന സമയത്ത് പൊരിച്ച് കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കോളി. അങ്ങനെ ഞാൻ അതൊക്കെ ഉരുട്ടി വെച്ചതിന് ശേഷം പിന്നെ ബോണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങ് ഉരുട്ടി വെച്ച് മസാലയൊക്കെ ആക്കി ഇനി ബോണ്ട ആദ്യം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇനി ബോണ്ട പൊരിച്ചെടുക്കാം. ഞാൻ ഉറങ്ങി എണീറ്റ് 2 മണിക്കാണ് എണീറ്റത്. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വരുമ്പം ഏകദേശം ഒരു 3 മണിയാവും. പിന്നെ ഇവിടെ 6 മണിക്കാണ് ബാങ്ക്. അങ്ങനെ ബോണ്ടയൊക്കെ പൊരിച്ചെടുത്ത് ആ ചട്ടിയിൽ തന്നെ ഇനി ഉന്നക്കായും പൊരിച്ചെടുക്കുന്നുണ്ട്. അരിപ്പൊടി കൂട്ടിയാൽ ഉന്നക്കായ്ക്കല്ലേ നല്ല ഒരു ഇതുണ്ടാവും. പിന്നെ എന്താ, ഞങ്ങളിപ്പോൾ സാധാരണ പൊടികളൊന്നും കൂട്ടാണ്ട് പൊരിച്ചെടുത്താൽ ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ഉടഞ്ഞ പോലെ ഉണ്ടാവില്ല. ഇതങ്ങനെ ഉണ്ടാവില്ല, നല്ല വടി പോലെ ഉണ്ടാവും. അങ്ങനെ ഉന്നക്കായും പൊരിച്ചെടുത്തു. പിന്നെ അടുത്ത പണി ചിക്കൻ കറി ഉണ്ടാക്കലാണ്. അങ്ങനെ ചിക്കനൊക്കെ കഴുകിയെടുത്ത് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ച്, ഉള്ളി, തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത്
വഴറ്റാനൊന്നും നിൽക്കാതെ അതിൻ്റെ തന്നെ കുറച്ച് എല്ലാം ഒരുമിച്ച് കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് അടച്ച് ചെറിയ തീ വെച്ച് കൊടുക്കും. അപ്പോൾ അതങ്ങ് ആയിക്കോളും. പിന്നെ 5 മണിക്ക് ഇക്ക വന്ന് നോമ്പ് തുറക്കാൻ നേരത്ത് മൂപ്പരാണ് ജ്യൂസ് അടിച്ചതും ഫ്രൂട്ട്സ് മുറിച്ചിട്ടതും ഒക്കെ മൂപ്പരാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടുത്ത അറബി വീട്ടിൽ നിന്ന് തന്നതാണ് കബ്സ. ഞങ്ങൾ അടുത്ത റൂമിൽ നിന്ന് അതെല്ലാ ദിവസവും തരും. ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് രണ്ടാൾക്ക് 2 കബ്സ തരൂ. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ചിക്കൻ കറിയൊക്കെ എല്ലാം ഇലാക്കി പിന്നെ കുറച്ച് നേരം നോമ്പ് തുറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കിടന്ന് ഇക്ക ഓഫീസിലേക്ക് പോയി. അതിന് ശേഷം പിന്നെ ഞങ്ങളെ ബാക്കി പണി പിന്നെ ആറിയിട്ട തുണിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇക്ക പറഞ്ഞ് കറി വെച്ചാൽ മതി, രാത്രി വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരാൻ വേറൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം. താങ്ക് യു.